ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സച്ചേട്ടന്റെ മനസ്സിൽ ഞാനല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ? താനെന്താടോ ഇങ്ങനൊക്കെ ചോദിക്കുന്നേ? എന്താന്നറിയില്ല, എന്റെ മനസ്സില് ചില പേടികളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്ത് പേടി? പ്രസവമൊക്കെ കഴിഞ്ഞ പല ഭർത്താക്കന്മാർക്കും ഭാര്യമാരോട് താല്പര്യം കുറയുന്ന ചിലരൊക്കെ പറയുന്ന. ആര് പറഞ്ഞു അങ്ങനെ? ചുമ്മാ മണ്ടത്തരം. എടോ, ഭാര്യമാരെ കൊണ്ട് പൊറുതി മുട്ടിയ ചില ഭർത്താക്കന്മാരൊക്കെ ഈ ലോകത്തുണ്ടാവും. പക്ഷേ അതിനൊക്കെ കാരണം അവരുടെ കയ്യിലിരിപ്പും കൂടിയാ. താനല്ലാതെ വേറൊരാളെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? എല്ലാ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണോ നമ്മള്? മരണം വരെ എനിക്ക് തന്നെയും തനിക്ക് എന്നെയും പിരിഞ്ഞിരിക്കാൻ പറ്റുമോ? ഞാനും താനും നമ്മുടെ കുഞ്ഞുങ്ങളും, അത് മാത്രമേ ഉള്ളൂ എന്റെ ലോകം. അതിനപ്പുറമുള്ള ഒന്നും ഞാൻ സ്വപ്നം കാണുന്ന പോലുമില്ല. തന്നെക്കുറിച്ചല്ലാതെ മറ്റൊരാളെ കുറിച്ച് ഓർക്കുക പോലും ചെയ്യണമെങ്കിൽ ഞാൻ മരിക്കണം. ഈശ്വര, എന്റെ സച്ചേട്ടനെ ഒന്ന് സംശയിക്കാൻ പോലും എന്റെ ജീവിതത്തിൽ ഇടവരുത്തല്ലേ. അച്ചു, സച്ചി, വാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇരിക്കുമനെ, അമ്മ വെള്ളം വിതരാം. ഇരിക്കു സച്ചേട്ടാ. എനിക്ക് വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാ. അത് വെറുതെ. തിരക്കിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല, എനിക്കറിയാം. ഓഫീസിൽ പോയിട്ട് പട്ടിണി ഇരിക്കാനല്ലേ? അത് വേണ്ട, കഴിച്ചിട്ട് പോയാ മതി. വാ. അല്ല, ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞതാ. അതെ, നല്ല ഒന്നാന്തരം നീർദോശയാ. കഴിക്ക് സച്ചി. ആഹാ, അടിപൊളി. എന്നാ പിന്നെ ഒരെണ്ണം കഴിക്കാം അല്ലേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എനിക്ക് നിർദോശയില് ചമ്മന്തി പാക്ക് ചെയ്ത് തന്നാ മതി. ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചോളാം. ലഞ്ചിനൊക്കെ വേറെ പാക്ക് ചെയ്ത് തരാം. ഇപ്പൊ എന്റെ കൂടെ ഒരെണ്ണം കഴിക്ക് സച്ചേട്ടാ. അത് കഴിക്കാം. ആഹാ, ഇത് പൊളിച്ചു. ഇന്നത്തെ ലഞ്ച് കലക്കും. അതെ, ഓണസദ്യ ഉണ്ണാൻ എനിക്ക് കൊതിയാവുന്നുണ്ട്. അതും എല്ലാവരും ഒരുമിച്ചിരുന്ന്. നെയ്ദോശയും വറുത്തരച്ച ചമ്മന്തിയും പണ്ട് പെരുവണ്ണാപുരത്ത് വീട്ടിൽ വെച്ച് മുത്തശ്ശി ഉണ്ടാക്കി തന്നിരുന്നതാ. അതിന്റെ രുചി ഇപ്പോഴും നാവിൽ നിന്ന് പോയിട്ടില്ല. മീരെ, അലമാല ഒരു ടിഫിൻ ബോക്സ് ഇരിപ്പുണ്ട്. സച്ചിക്ക് കൊണ്ടുപോകാനുള്ള ദോശ അതിനകത്ത് വെച്ചാൽ മതി. ചെല്ലേ. ശരി അമ്മേ. അമ്മ കഴിക്കുന്നില്ലേ? ഞാൻ മാഷ് വന്നിട്ട് കഴിച്ചോളാം, നിങ്ങൾ കഴിക്കേ. ഇഷ്ടപ്പെട്ടോ? എന്റെ കൃഷ്ണ, ഈ സന്തോഷം എന്നും ഇങ്ങനെ തന്നെ കണ്ടാ മതി.
സച്ചിയേട്ടന് ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ. ഒരു സർപ്രൈസ് ഉണ്ട്. എന്തത്? അത് സസ്പെൻസ്. അകത്തേക്ക് വാ, ഞാൻ വിളമ്പിത്തരാം. വാടോ. ഇരിക്കേ.